ആകാശവാണി. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരങ്ങിണി. നാനാത്വത്തിൽ ഏകത്വം എന്ന സന്ദേശവുമായി ഒരു ദേശീയോദ്ഗ്രഥന ദിനം കൂടി. വൈവിധ്യങ്ങൾ ഒരുമിച്ച് സംഗമിക്കുന്ന ഒരു അത്ഭുത ഭൂമിയാണ് നമ്മുടെ ഭാരതം. വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും വർണ്ണങ്ങളുടെയും ഒത്തുചേരലാണ് ഇന്ത്യ എന്ന നമ്മുടെ രാഷ്ട്രം. നീതിയിലും ന്യായത്തിലും അടിയുറച്ച് വിശ്വസിച്ച് ഐക്യതയിലൂടെയും അഹിംസയിലൂടെയും സ്വാതന്ത്ര്യം നേടിയെടുത്ത ഒരു കൂട്ടം ജനത ഒരേ മനസ്സോടെ കഴിയുന്ന പുണ്യഭൂമി. കശ്മീർ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ മഹാരാജ്യത്തിനെ ഉറ്റുനോക്കിയാൽ വിവിധ സംസ്കാരങ്ങൾ, ഭാഷകൾ, ജീവിത രീതികൾ, ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയിൽ ജീവിക്കുന്ന 120 കോടി ജനങ്ങളുടെയും ഒരുമയുടെ മനസ്സ് ദർശിക്കാൻ കഴിയും. ഇന്ത്യ എന്ന ഒറ്റ വികാരമാണ് നമ്മെ എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തുന്ന അടിസ്ഥാന ഘടകം. ഈ വലിയ സത്യത്തെ തിരിച്ചറിയുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായാണ് ഓരോ വർഷവും നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനമായി നാം ആചരിക്കുന്നത്. സാമുദായിക ഐക്യം, ദേശീയ സംയോജനം, ഊർജ്ജസ്വലമായ സംയോജിത സംസ്കാരം, ദേശീയത എന്നിവയിൽ അഭിമാനം വളർത്തുന്നതിനും അവ ശക്തിപ്പെടുത്തുന്നതിനുമായാണ് ക്വാമി ഏകതാ ദിവസ് അഥവാ ദേശീയോദ്ഗ്രഥന ദിനം എന്നറിയപ്പെടുന്ന നാഷണൽ ഇന്റഗ്രേഷൻ ഡേ രാജ്യമെമ്പാടും ആഘോഷിച്ചു വരുന്നത്. ഭാരതത്തിന്റെ വൈവിധ്യവും അഖണ്ഡതയും സംരക്ഷിക്കുക എന്ന സന്ദേശം മുൻനിർത്തിക്കൊണ്ട് ദേശീയോദ്ഗ്രഥന ദിനത്തിന്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ കാര്യപരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ക്വാമി ഏകതാ വാരം അഥവാ നാഷണൽ ഇന്റഗ്രേഷൻ വീക്ക് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ദേശാഭിമാനവും ദേശീയോദ്ഗ്രഥനവും സാമുദായിക സൗഹാർദ്ദവും ഓരോ പൗരന്റെയും മനസ്സിൽ ഊട്ടിയുറപ്പിക്കാൻ സംഘടിപ്പിക്കുന്ന വാരാചരണമാണ് ക്വാമി ഏകതാ വാരം. ഓരോ വർഷവും നവംബർ 19 മുതലാണ് ക്വാമി ഏകതാ വാരാഘോഷങ്ങൾ ആരംഭിക്കുന്നത്. വാരാചരണത്തിന്റെ ഭാഗമായി മതേതരത്വം, സാമുദായിക ഒത്തൊരുമ, അഹിംസ എന്നിവ പ്രമേയമാക്കുന്ന മീറ്റിംഗുകൾ, കോൺഫറൻസുകൾ, സെമിനാറുകൾ തുടങ്ങിയ പരിപാടികൾ രാജ്യത്തുടനീളം സംഘടിപ്പിക്കാറുമുണ്ട്. വസുദൈവ കുടുംബകം എന്ന മഹത്തായ ആശയത്തിന്റെ ജന്മഭൂമിയാണ് നമ്മുടെ രാജ്യം. വ്യത്യസ്ത ജീവിത ശൈലികൾ പിന്തുടരുന്ന ഒരു ജനത ഒരുമയോടെ ജീവിക്കുന്ന നേർക്കാഴ്ചയാണ് നമ്മുടെ ഭാരതം. ഈ മഹാരാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന ചിന്താഗതിയെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വരച്ചു കാട്ടിയ വിശ്വ പൗരനാണ് നമ്മുടെ മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാം. കഠിനാധ്വാനത്തിലൂടെയും ദൃഢവിശ്വാസത്തിലൂടെയും
സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് ഇന്ത്യയുടെ യുവതലമുറയെ പഠിപ്പിച്ച അദ്ദേഹം ഒരുമയോടെ പ്രവർത്തിച്ചാൽ നമ്മുടെ രാഷ്ട്രം വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയും ലോകരാജ്യങ്ങൾക്ക് തന്നെ മാതൃകയാകുകയും ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. I am reminded of the dream of an Indian poet, Kaniyan Pungundranar, who articulated in 3000 years back in Tamil classic Purananur. He says, Yadum Ure Yavarum Kelir, which means I am a world citizen. Every citizen is my own kith and kin. He said 3000 years back. Now what we need is a carrier of eternal goodness and wholesomeness in human contact, which is called righteousness. As we say in India, where there is righteousness in the heart, there is beauty in the character. When there is beauty in the character, there is harmony in the home. When there is harmony in the home, there is an order in the nation. When there is order in the nation, there is peace in the world. Let your mission spread everywhere like the air they breathe. വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെയും ജീവിത ശൈലികളിലൂടെയും ഉടലെടുക്കുന്ന ഭിന്നതകളും പരാതികളും സമാധാനപരവും വ്യവസ്ഥാപിതവുമായ മാർഗങ്ങളിലൂടെ പരിഹരിക്കപ്പെടേണ്ടവയാണ് എന്ന ഓർമ്മപ്പെടുത്തലുടെ കൂടി ദിനമാണ് ക്വാമി ഏകതാ ദിവസ് അഥവാ നാഷണൽ ഇന്റഗ്രേഷൻ ഡേ. ഐക്യതയ്ക്കും ദേശീയതയ്ക്കും അഖണ്ഡതയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാൻ യുവതലമുറ തയ്യാറാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് രാഷ്ട്രീയ ഏകതാ ദിവസിന്റെ ഭാഗമായി ഗുജറാത്തിലെ കേവഡിയായിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി തെളിഞ്ഞ ബുദ്ധിയുള്ളവരായി നിന്നാൽ മാത്രമേ രാജ്യത്തിനെ ഉന്നമനത്തിന്റെ പാതയിൽ എത്തിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഓരോ വ്യക്തി ജീവിതങ്ങളും ഉറച്ച തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. देश की सैकड़ों रियासतों को, राजे रजवाड़ों को एक करके देश की विविधता को आजाद भारत की शक्ति बनाकर हिंदुस्तान को वर्तमान स्वरूप दिया. देश ने गांवों से लेकर महानगरों तक, पूरब से पश्चिम तक, कश्मीर से कन्याकुमारी तक सभी ने एक भारत श्रेष्ठ भारत के संकल्प को पूरा करने का प्रयास किया है. राष्ट्र को, मातृभूमि को सबसे बढ़कर मानने का जो उद्घोष था, जननी जन्मभूमिश्च स्वर्गादपि गरीयसी, ये जो मंत्र था वही आज राष्ट्र प्रथम इंडिया फर्स्ट का उस संकल्प का मजबूत आधार है. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭാരതം കൈവരിച്ച ചരിത്ര നേട്ടങ്ങൾ നിരവധിയാണ്. വൈവിധ്യങ്ങളിലൂടെ ഉയരുമായിരുന്ന ഭിന്നതകളെ മറന്നുകൊണ്ട്, വ്യത്യാസങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഐക്യതയോടെ പോരാടിയാണ് ചരിത്രത്തിന്റെ ഏടുകളിൽ ചില മായാത്ത മുദ്രകൾ പതിക്കുവാൻ ഭാരതീയർക്ക് സാധിച്ചത് എന്ന് ചരിത്ര പണ്ഡിതനും അധ്യാപകനുമായ MG ശശിഭൂഷൺ അഭിപ്രായപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ജനാധിപത്യത്തിന് ബലിഷ്ഠമായ ഒരു അടിത്തറ സൃഷ്ടിക്കുവാൻ ഇന്ത്യക്ക് ഇക്കഴിഞ്ഞ 7 പതിറ്റാണ്ടുകൾക്കിടയിൽ സാധിച്ചു. സാങ്കേതിക രംഗത്തും സാമ്പത്തിക രംഗത്തും നാം ആർജിച്ച പുരോഗതിയും നിസ്സാരമായിരുന്നില്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലും രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളിലും ബഹുദൂരം മുന്നോട്ട് പോകുവാൻ ഈ കഴിഞ്ഞ ദശകങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. സാക്ഷരതാ രംഗത്തും പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തും അഭിമാനാർഹമായ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുവാനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ മതേതരത്വവും മതപ്രീണന രാഷ്ട്രീയവും രണ്ടും രണ്ടായി തിരിച്ചറിയുവാൻ ഇതിനകം ഇന്ത്യൻ പൗരന് ഒരളവിൽ കഴിഞ്ഞിട്ടുണ്ട്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അഥവാ നാനാത്വത്തിൽ ഏകത്വം എന്ന ആപ്തവാക്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ മുഖമുദ്ര. ഇത് വെറും ഒരു വാചകമല്ല. പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും ഒരുമയോടെ നേരിടുന്ന ഒരു ജനതയുടെ ഹൃദയ മന്ത്രണമാണ്. എഴുത്തുകാരനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ VV പ്രഭാകരന്റെ വാക്കുകളിലേക്ക്. നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് ആർഷഭാരതത്തിന്റെ ഹൃദയമന്ത്രം തന്നെ, അല്ലെങ്കിൽ മുഖമുദ്ര തന്നെ. ഇത്രയും ബഹുസ്വരമായ ഒരു സമൂഹം ലോകത്ത് ഒരു രാജ്യത്തുമില്ല. പലതരം ഭാഷകൾ, പലതരം ആചാരങ്ങൾ, പലതരം അനുഷ്ഠാനങ്ങൾ, പലതരം വേഷഭൂഷാദികൾ, പലതരം ചിന്താരീതികൾ. ഇത്തരത്തിൽ
ബഹുസ്വരമായ ഒരു ജനപഥം ലോകത്തിന് എക്കാലവും വിസ്മയമാണ്. പക്ഷേ നാനാത്വത്തിൽ നാം ദർശിക്കുന്ന ഈ ഏകത്വമാണ് ഭാരതം എന്ന ഈ മഹാവിസ്മയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ത്യയുടെ ഈ നാനാത്വം, അതിന്റെ വൈവിധ്യം, അതിന്റെ സമഗ്രമായി പരിശോധിക്കുമ്പോൾ ആയിരത്താണ്ടുകൾക്കപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന നമ്മുടെ പാരമ്പര്യത്തിലേക്കാണ് ശ്രദ്ധ പോകുന്നത്. വേദ ഉപനിഷത്തുകളുടെ കാലം തൊട്ട് ഭാരതത്തെ ഏകം സത്ത് എന്നാണ് പറയുന്നത് വേദമന്ത്രം. അത്തരത്തിൽ ഈ ഏകാത്മകവാദം, ആ ഏകത്വത്തിൽ ഊന്നിയാണ് ഭാരതത്തിന്റെ ദർശനവും കാഴ്ചപ്പാടും ചിന്താ പദ്ധതികളുമൊക്കെ വേരൂന്നിയിട്ടുള്ളത്. നമുക്കറിയാം, ഭാരതം ലോകത്തിന് നൽകിയ വലിയ ദർശനങ്ങളിൽ അദ്വൈത ദർശനമുണ്ട്, ഏക ദൈവവിശ്വാസമുണ്ട്. ആ രീതിയിൽ ഈ ഏകത്വം എന്ന സങ്കല്പത്തിന്റെ ഒരു മൂർത്തിമത് ഭാവമായിട്ടാണ് നമുക്ക് ഭാരതത്തെ നോക്കി കാണേണ്ടത്. എല്ലാം ഒന്നാണ്, നാം ഒന്ന് എന്നുള്ള രീതിയിലുള്ള ചിന്തകളുണ്ട്. ഈ വൈവിധ്യം, പലതരത്തിലുള്ള കൂട്ടായ്മകൾ, അതിനെല്ലാം അടിത്തറ ഇട്ടത് ഈ ഏകത്വ ഭാവമാണ്. ശ്രേഷ്ഠ ഭാരതം എന്നുള്ള സങ്കല്പം തന്നെ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിൽ, ഓരോ സംസ്ഥാനത്തിനും ഓരോ ഭാഷകൾ, ഓരോ ആചാരങ്ങൾ, ഓരോ അനുഷ്ഠാനങ്ങൾ, അത്തരത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഏകോപിപ്പിച്ചു നിർത്തുന്നത് മഹത്തായ നമ്മുടെ കലാരൂപങ്ങളാണ്, നമ്മുടെ കലയും സംസ്കാരവുമാണ്. നമ്മുടെ ഈ ഭാരതത്തിന്റെ സംസ്കൃതി അത്തരത്തിൽ ഉള്ള ഈ എല്ലാ വൈവിധ്യങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ടാണ് അതിന്റെ സൗന്ദര്യം, അതിന്റെ സമഗ്രതയിലുള്ള അതിന്റെ സുഗന്ധം നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ആസേത് ഹിമാചലം പരന്നു കിടക്കുന്ന ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലുമുള്ള കലാരൂപങ്ങൾ, ഈ കലാരൂപങ്ങളുടെ എല്ലാം അതിന്റെ എല്ലാം അന്തര്യാമയായി വർത്തിക്കുന്ന ഒരു ഭാവമുണ്ട്. അത് കാലാതിവർത്തിയാണ്. കലക്ക് ഒരൊറ്റ ഭാഷയുള്ളൂ, അത് സാർവലൗകികമാണ്, സാർവത്രികമാണ്, എല്ലാവരെയും ഒരേപോലെ ഒന്നിച്ചു കൊണ്ടുപോകുന്നു. അതാണ് കലയുടെ പ്രത്യേകത. അപ്പൊ അത്തരത്തിലുള്ള വലിയ കലകളുടെ സംസ്കാരങ്ങളുടെ ഒരു കേദാരമാണ് ഭാരതം. ഇതിലൂടെയൊക്കെ ഭാരതത്തിന്റെ മഹത്തായ ഭാരത പാരമ്പര്യമാണ് അങ്ങനെ ഒഴുകി പോകുന്നത്. അതുകൊണ്ട് ഈ കലയും സംസ്കാരവും എല്ലാം നമ്മെ യോജിപ്പിക്കുന്നു, ഏകോപിപ്പിച്ചു നിർത്തുന്നു. നാം ഒന്ന് എന്നുള്ള ചിന്തയിലേക്ക് അത് നമ്മെ എത്തിക്കുന്നു. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും ജീവിത രീതികളുടെയും ഉടമകളായ ഒരു മഹാജനതയുടെ സംഗമ ഭൂമിയായ നമ്മുടെ രാജ്യം ലോകത്തിന് മുമ്പിൽ ഉത്തമ മാതൃകയാണ് കാഴ്ചവെക്കുന്നത്. വ്യത്യസ്തതകൾക്കും വൈവിധ്യങ്ങൾക്കും അപ്പുറം ഇന്ത്യ എന്ന ഒരൊറ്റ വികാരവും വിശ്വാസവുമാണ് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് നിലനിർത്തുന്നത്. ഭാരതം പോലെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ ഒത്തുചേരുന്ന ഒരു രാജ്യം ലോകത്ത് വേറെയില്ല. ഈ വൈവിധ്യങ്ങൾ തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നമ്മുടെ രാജ്യത്തെ വേറിട്ട് നിർത്തുന്നതും. ഭാരതം പിന്തുടരുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന ചിന്താഗതി, ആ മഹാസത്യമാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തിൽ വേരൂന്നി നിന്നുകൊണ്ട് വികസന പാതയിൽ അടിപതരാതെ മുന്നോട്ട് കുതിച്ചുയരാൻ നമുക്കെല്ലാവർക്കും നിശ്ചയമായും സാധിക്കുമെന്ന് ശുഭപ്രതീക്ഷയോടെ ഉറച്ചു വിശ്വസിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രിയ സുബലക്ഷ്മി. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.